മുരിങ്ങപ്പൂവാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ഒന്ന് കഴുകിയെടുത്ത് തോരൻ വെക്കാൻ. അതിന് ഉള്ളിയും മുളകും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേപ്പിലയും കഴുകി അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്താ രസമല്ലേ മുരിങ്ങപ്പൂ. എന്നും എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു സാധനമാണ്. എല്ലാ കൊല്ലവും ഇത് ഞാൻ എങ്ങനെയെങ്കിലും വെച്ച് കുറച്ച് പൂവെടുത്ത് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ഇത്ര അധികം പൂ കിട്ടിയത് നമുക്ക് പറ്റിയ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ നമ്മളും കൊടുത്ത്. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ വീഡിയോ ഇട്ട 2 ദിവസത്തിനകം ഇവിടെ വന്ന് ഞാൻ ഉള്ളപ്പോൾ വന്നാൽ വിളിച്ചിട്ട് വന്നാൽ ഇത്ര ആഗ്രഹമുള്ളവർക്ക് തരും. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആ ഉള്ളിയും മുളകും റെഡിയാക്കിയത് വേപ്പിലയും അതിലേക്ക് ചേർത്ത് ഇത് ഉള്ളിയും മുളകും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കാം. വേറൊന്നുമില്ല അതിന് പ്രത്യേകത. വേണമെങ്കിൽ ആവശ്യമുള്ളവർക്കൊരു മുട്ട ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്താൽ അതും കൂടി ചേർത്ത് ചിക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയുടെ പൂവും നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത്ര കാര്യമുള്ളൂ. ഇനി അതൊന്ന് അടച്ച് മൂടി വെച്ച് പതുക്കെ തീയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയിട്ടുണ്ട്. അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് മൂടി വെച്ച് വെള്ളമൊന്നും ചേർക്കണ്ട. ചെറിയ തീയിൽ അത് വെന്ത് കിട്ടും. മുരിങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു പണിയില്ല. നല്ല ടേസ്റ്റിലുള്ള മുരിങ്ങത്തോരൻ റെഡി. മുരിങ്ങത്തോരൻ റെഡിയാക്കി കണ്ടില്ല എന്നും പറഞ്ഞ് മുരിങ്ങത്തോരൻ വെച്ച് കണ്ടില്ല എന്നും പറഞ്ഞ് ചോദിച്ചവർക്ക് മുരിങ്ങത്തോരൻ റെഡി. എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യാം. ഒക്കെ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ. ഉണ്ടാക്കാനാണെങ്കിൽ ഒട്ടും ബുദ്ധിമുട്ടുമില്ല. സാധാ ഉള്ളി മുളകും കഴുകി അതിൻ്റെ തണ്ട കളഞ്ഞ് അതിലേക്കിട്ടാൽ ഒക്കെ റെഡി. ഇതാണ് മുരിങ്ങ.